മോർണിംഗ്. എന്നെ സംബന്ധിച്ച് ഞാൻ റഷീദ് ഖാനെ കാണുമ്പോൾ വളരെയധികം തണ്ടലിൽ വേദനയും കഴപ്പും കടച്ചിലും നീർക്കെട്ടുമായിട്ടാണ് വന്നത്. അന്ന് ഞാൻ എക്സ്റേ എടുക്കാൻ പറഞ്ഞ് നോക്കുമ്പോൾ അതിൽ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്റേ ഇതിലുണ്ട്, കാര്യങ്ങളായിട്ടുള്ളുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ചികിത്സ ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റം എന്നുള്ളത് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഇവിടെ സാറിനെ കാണുമ്പോൾ ഫസ്റ്റ് സാറിനെ കണ്ട വിഷയം തന്നെ പറയാം. സാറിനെ കണ്ട് സാറ് പറഞ്ഞത് എനിക്കിത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റാൻ പറ്റില്ല എന്നുള്ള സാറ് ആദ്യമേ പറയും. ആ ഒരു പോയിൻ്റാണ് മെയിനായിട്ട് എനിക്കുണ്ടായത്. അതിന് സാറിനോട് വിശ്വാസമായി. അത് സാറ് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാറ്റുമെന്നുള്ള വിശ്വാസമായി. എനിക്ക് വരുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ശരിക്കും നടക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഭാഗം വരെ പൊന്തിയിട്ട് നടക്കാൻ വീഴാൻ പോകുന്നുള്ളതിൽ അത് വന്നു. സാർ ഒരു 4 ദിവസത്തെ ശരിക്കും നടക്കാൻ പറ്റിയത് ഉറങ്ങാൻ പറ്റും. ഞാൻ ഒരാഴ്ചയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ശരിയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ശരിക്കും ഉറങ്ങുന്നുണ്ട്. ഞരമ്പുകളെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അത്. കുറച്ച് പഴക്കമുണ്ട്, കുറേ അധ്വാനിച്ചവർക്ക് വരുന്നതാണ്. കുഴപ്പമില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ നമ്മൾ ലേബർ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് വിഷയം. നിങ്ങൾ ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പെയിൻ കില്ലർ, വേദന സംഹാരികൾ കഴിക്കുമ്പോൾ ഉണ്ടായ എഫക്റ്റ് ഇത് മറിഞ്ഞു നിന്ന് കുറവാക്കി. അതുകൊണ്ട് തണ്ടലിനൊരു ചെരുവ് വന്നാണ്. സാരല്ലേ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്തിട്ട് നല്ല മാറ്റമല്ലേ ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഗൾഫിൽ നിന്ന് ഒരു ഡോക്ടറെ കണ്ടിരുന്നു, സാറെ കണ്ടിരുന്നു. സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അത് മെയിനായിട്ട് റെസ്റ്റ് എടുക്കുക, വെയിറ്റ് ഇല്ലാതെ എടുക്കുക, അങ്ങനെയാണ് അത് ചെയ്യുക. നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് താഴെ ഇരിക്കാതിരിക്കുക, ചെയറിലിരിക്കുക, അങ്ങനെയുള്ള ചെയ്യുക. അല്ലാണ്ട് ഇതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഇല്ലാന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ റിലേഷനിൽ പെട്ടവർ ഞങ്ങളോട് ഇങ്ങനെ വിവരം പറഞ്ഞില്ല, ആളെ പോകാൻ ഇങ്ങനെ സാറെടുത്ത് കണ്ട ആൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആൾ പറ്റുമെന്ന് പറഞ്ഞ് ഒഴിവാക്കി ചെയ്യും. അല്ലാണ്ട് സാധാരണ ഒരു ഇത് ആൾക്കാർ ചെയ്യും ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ ട്രൈ ചെയ്യുക, അങ്ങനെയുള്ളൊരു വർത്തമാനം ഇതുവരെ സാറിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വേദനയുടെ ശക്തിയും ഇത് കാഠിന്യവും നടക്കാനുള്ള തടസ്സവും ബുദ്ധിമുട്ടൊക്കെ കുറവില്ല. ഞാനിപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാർ, എൻ്റെ വൈഫ്, എൻ്റെ മകൾ വന്നിരുന്നില്ല. അവരെല്ലാം കണ്ടപ്പോൾ പറഞ്ഞത് പഴയ പോലെ നടന്നു തുടങ്ങി. പണ്ടവരെല്ലാം പറഞ്ഞു വീഴാൻ പോകുന്നതാണ് ഒരു പെണ്ണിക്ക്. അതെല്ലാം മാറി കണ്ടപ്പോൾ. എനിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഒരു 70 ദിവസത്തെ ഒരു മരുന്നും കുറച്ച് ചില രഹസ്യ സ്വഭാവമുള്ള കുറേ മരുന്നുകളുണ്ട്. അത് നമുക്ക് മാത്രം താളികളിൽ നിന്ന് കിട്ടുന്ന കുറേ യോഗങ്ങളാണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്നല്ല ഞാൻ പുറത്തയക്കണ മരുന്നുകളൊക്കെ ഉള്ളത്. അത് തുടർന്നുകൊണ്ടിരിക്കുക, നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, ശരി.